Q Developers Comedy Super. ചിരിക്കൊട്ടാരത്തിലെ സംഗീത സാന്ദ്രമായ നർമ്മ കാഴ്ചകൾ ഇവിടെ തുടങ്ങുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. അവനേട്ടോ കുരുമുളകൊക്കെ ചന്തയ്ക്ക് പോവായിരിക്കും അല്ലേ? നമ്മളെ കട പുതിയ പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട്. ആ വെണ്ടയ്ക്ക സമയദോഷം കൊണ്ടായിരിക്കും ഒരു ചരടി ജപിച്ചിട്ടേക്ക് മാറിക്കോളും. അല്ല വെണ്ടയ്ക്കാക്കും പാവയ്ക്കാക്കും ആപത്താണെന്ന് പറഞ്ഞു. തോൽവി ഇതോ അതല്ല പറഞ്ഞത്. എന്റെ കടയിൽ പുതിയ പച്ചക്കറി വന്ന് വെണ്ടയ്ക്കായ്ക്ക് 10 രൂപ, കോവയ്ക്കായ്ക്ക് 10 രൂപ, തക്കാളി 10. അതാ ഞാൻ പറഞ്ഞത്. അതാണോ പറഞ്ഞത്? ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്നെ മോനെ കഴിഞ്ഞ ദിവസം എന്റെ കടയിൽ വന്ന് കരിക്ക് കുടിച്ചായിരുന്നു. അതിന്റെ 26,000 രൂപ ഇവിടെ വെച്ചാൽ ഇവിടുന്ന് എളിച്ച് അങ്ങ് പോയാൽ മതി. എടാ ഒരു കരിക്കിന് 26 രൂപയുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ 26,000 രൂപ തരുന്നേ? സംഭവം ശരിയാ, ഒരു കരിക്കിന് 26 രൂപയേ ഉള്ളൂ. ഈ 26 രൂപയുടെ കരിക്ക് ആൾ ഇവിടെ ഒന്ന് കുടിച്ചേച്ച് പുറകോട്ട് വലിയ സ്റ്റൈലിലെടുത്ത് എറിഞ്ഞായിരുന്നു. എന്നാ ആ കരിക്ക് എന്ന് വീണത് ഒരു ബെൻസ് കാറിന്റെ ചില്ലല്ല. അയ്യോ, അപ്പൊ അതിന്റെ എന്റെ കുടുംബം പണയം വെച്ചിട്ട് 26,000 രൂപ ഞാൻ കൊടുത്ത് അറിയാമോ എനിക്ക്? എടാ നിനക്ക് അയാളോട് പറയാൻ പാടില്ലായിരുന്നു ഞാനൊരു മണ്ഡലം പ്രസിഡന്റ് ആണെന്ന്. ഈ മണ്ഡല മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രസിഡന്റ് ആവും അത് പറ. എടാ അതല്ലെന്ന്, ഞാനൊരു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആണെന്ന്. മനുഷ്യനെ ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, ഞാൻ 2 മക്കളൊക്കെ വളർന്നു വരുമല്ലേ, നിങ്ങൾ ഇങ്ങനെ പണിക്കും വേലയ്ക്കും പോകാതെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാതെ നിങ്ങൾക്ക് വല്ല പണിക്കും പോകാൻ മേലേ? ഞാനൊരു ആർക്കിടെക്ട് അല്ലേ. ആർക്കിടെക്റ്റായിരുന്നു? അയ്യോ അല്ലെന്ന്, ആർക്കിടെക്റ്റിന്റെ പണിയാന്ന്. ഈ ആർക്കിടെക്റ്റിന് പണിയാതെ നിങ്ങൾക്ക് വല്ല പണിക്കും പോകാൻ മേലെ ഞാൻ ഈ ചോദിച്ചത്. നീ എന്താണ് ഈ പറയുന്നത്? പോലെ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഞാനേ കരിക്കാണ് വേണ്ട. അല്ല കരിക്കല്ല, നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഇത് ഒരു കാര്യം ചെയ്യും, ഇത് കൈ ഇരിക്കട്ടെ. കൈ വെച്ചു. ഇതെന്തിനാ എന്റെ പോക്കറ്റ് ഇടുന്നത്? അല്ല പഞ്ചായത്തിൽ നിന്ന് മറ്റേ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കയ്യിലിരുന്നോട്ട് വെച്ചോ. അത് അല്ല അത് പഞ്ചായത്തിൽ കൊണ്ട് അടച്ചാ പോരെ, എന്റെ പോക്കറ്റിൽ എന്തിനാ ഇടുന്നേ? ഇത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്താലും കറങ്ങി തിരിഞ്ഞ് സാറിന്റെ കൈ തന്നെ വരും. പിന്നെ ഞാനെന്തിനാ വെറുതെ ഈ കട പഠിച്ചിട്ട് പഞ്ചായത്ത് വരെ പോയിട്ട് സമയം കളയുന്നതെന്ന് പറഞ്ഞിട്ടാ. കൈ വെച്ചോ. സർക്കാർ കള്ളപ്പണം പിടിക്കാൻ വേണ്ടിട്ട് CBI ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ മനസ്സിലായി? നിസാരക്കാരനല്ല, 2 പോലീസുകാരെ എസ്കോർട്ട് വന്നിരിക്കുന്നത്. ഞാൻ ചെന്നൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഞാനൊരു മണ്ഡലം പ്രസിഡന്റ് അല്ലേ, ചെന്നൊന്ന് പരിചയപ്പെടാം. ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയാ ദൂരപ്പെടാ? അല്ല ഞാൻ സാറിനോടൊന്ന് സംസാരിച്ചോട്ടെ. സാറേ ഞാൻ ഓഫീസിൽ വന്നായിരുന്നു. ഞാനും സംസാരിക്കട്ടെ, ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞില്ല സാറേ. ഞാൻ ഓഫീസിൽ വന്നായിരുന്നു. സാറിങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണുന്നോണ്ട് എന്നെ മറന്നു പോയായിരിക്കും. സാർ ഓർക്കുന്നുണ്ട്? സമയം എത്രയായി സാറേ? സമയം ഇത്രയും വലിയ വാച്ചല്ലടാ, അത് വിലങ്ങ്. ഇങ്ങോട്ട് മാറിയുന്നേ. നീ ആരാന്നാ പറഞ്ഞേ? അതേ ഇല്ല. ഇവനുമായിട്ട് നിനക്ക് എന്താ ബന്ധം? ഇവനുമായിട്ട് നിനക്ക് എന്താ ബന്ധം? അല്ല ഒരാളെ പോലെ 7 പേരുണ്ടെന്നാകണല്ലോ, എനിക്കൊരു പരിചയമില്ല. ഇവൻ ആരാണെന്നറിയാമോടാ? ഇവൻ കള്ളനാടാ, കള്ളൻ. കള്ളാന്ന് വിളിച്ചിട്ട് നാട്ടിക്കില്ല, ഇതെന്റെ നാടാണ്. ഹരിചന്ദ്രാന്ന് വിളിക്കാടാ. സാറേ നാട്ടിൽ കൂടെ ചേച്ചി കൊണ്ടുപോയില്ല, കോടതി കൊണ്ടുപോയില്ല, കള്ളാന്ന് വിളിക്കരുത് പ്ലീസ് സാർ. ഇവ ആരാണെന്നറിയാമോ? ഇവൻ പൂട്ട് കുത്തി തുറന്ന് സാധനങ്ങൾ മോട്ടിക്കുന്ന പെരുങ്കള്ളൻ. ആണോ? ഇവൻ എന്നതാ മോഷ്ടിച്ചത്? ഇവൻ കിണ്ടി മോട്ടിച്ചെന്ന്. എന്റെ സാറെ, നിസ്സാരമായ ഒരു കിണ്ടി മോട്ടിച്ചാണോ ഇവനെ കോടതിയിലാക്കുന്നത്? ആ കിണ്ടിയുടെ 25 രൂപ ഞാൻ തരാം. ആ ചെറുപ്പക്കാരനെ വെറുതെ വിട്. മ്യൂസിയത്തിൽ കയറി 10 പൂട്ട് കുത്തി തുറന്ന് 200 വർഷം പഴക്കമുള്ള മഹാരാജാവിന് 1.5 കോടി വില വരുന്ന കിണ്ടിയാണ് ഇവ മോട്ടിച്ചത്. ആ 1.5 കോടി കൊടുക്കോ? ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുള്ളിയാന്ന് എങ്ങനെ സാറിന് പിടികിട്ടിയത്? എങ്ങനെയാ? വിദഗ്ധമായിട്ട് അന്വേഷിച്ചു. കഥ പറഞ്ഞു വിടറാ. അതായത് ഇങ്ങോട്ട് വാ. ഞാൻ ഈ പൂട്ട് കണ്ട എനിക്ക് അലർജിയാണ്. അങ്ങനെ അപ്പൊ കുത്തിപ്പൊളി. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പാലസിലേക്ക് ചെന്നപ്പം ഒരു 10 റൂം ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുന്നു. ഞാൻ ഓരോ റൂം ഇങ്ങനെ കുത്തി തുറന്ന് അവസാനം ചെന്നപ്പോൾ ഒരു നിലവറകത്ത് ഒരു കിണ്ടി ഇരിക്കുന്നു. രാജാവിന്റെ കിണ്ടി? രാജാവിന്റെ ആണോ പടന്റെ ആണോ രാജ്ഞിയുടെ ആണോന്ന് ഞാൻ നോക്കില്ല, ഞാൻ എടുത്തോണ്ട് പോകുന്നു കേട്ട്. ഞാൻ ചോദിച്ചതല്ല, ഇത് ഇവൻ തന്നെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പിടിക്കും? നമ്മ ഫ്രീക്കല്ലേ ചേട്ടാ. നമ്മ എന്ത് ചെയ്ത് അപ്പൊ തന്നെ ഈ സാധനം കിണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഞാനും രാജാവിന്റെ പഴയ കിണ്ടി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് സാർ അക്സെപ്റ്റ് ചെയ്ത് സംഭവം കണ്ടുപിടിച്ചു. ഇവന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേടാ, അപ്പൊ എന്റെ പ്രൊഫൈൽ അത് വരുമല്ലോ. അദ്ദേഹം ഐജിക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് ഇവര് നമ്മളെ പിടിച്ചത്. പക്ഷെ എന്നാലും സാർ കാണിച്ച പോക്കൃത്തരായി പോയി. ഒരു പോലീസുകാരന്റെ മുഖം നോക്കി കാണിച്ചത് പോക്കൃത്തരൊന്നും
12 മണിക്ക് തന്നെ അവനെ കോടതി ഹാജരാക്കണം. ഈ കള്ളനെ കൽത്തുറങ്കിൽ അടയ്ക്കണം. സാറേ കള്ളാന്ന് വിളിക്കല്ലേ സാറേ. ആ പെൺകുട്ടിക്ക് എന്റെ അടുത്തുള്ളതാണ്, എന്റെ അമ്മാവന്റെ മകളാണ്. പ്ലീസ് നാട്ടിക്കല്ലേ, എന്റെ നാട്ടുകാരിയാണ്. ഏത് പെൺകുട്ടി? എനിക്ക് അറിയാവുന്ന ഒരാളല്ലേ പറയല്ലേ. ഈ കുട്ടിയാണോ? പ്ലീസ് പ്ലീസ് എന്തിനാ പാവല്ലേ? ഏതായാലും എന്നെ കോടതി കൊണ്ടുപോകണ്ടല്ലോ, പിന്നെ ഇവിടെ വെച്ച് നാട്ടിക്കേണ്ട കാര്യം. ഒരു ചെറുപ്പക്കാരനല്ലേ പാവം. അവന് നാണം കണ്ടോ? പിന്നെ അവൻ നാണം കണ്ടോ? അവന്റെ ബഹുമാനം കണ്ടോ? അതെ. ആ. സാറേ ആ കർച്ചീഫ് എടുത്തടാ. കർച്ചീഫ് കർച്ചീഫ് എടുത്തേ. ഇതാ ആ ഷൂ ഒന്ന് തൊടുത്തേ. ഞാനാ ഷൂ തൊടേടാ. സാറേ നാട്ടിക്കില്ല സാറേ. ഷൂ തൊടേടാ. ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണ് സാറേ ഇത്? ഒരു പാവം ദേഷ്യം വന്നാ പിന്നെ ചെയ്ത് കൊടുത്തേരും പോട്ടെ. തൊടേടാ. വിധിയിൽ വെന്തുരുകും നീ വ്യഥയുടെ ബലിപീഠമോ. ഓക്കേ അല്ലേ? ആ, ദാ ഇതാണ് എങ്കിലും എന്നെ നാട്ടിക്കായിരുന്നു ഇവിടെ സാറേ. ദാ ഇതാണ് പോലീസ്. എടാ കള്ളൻ എന്നും കള്ളനായിരിക്കും, പോലീസ് എന്നും പോലീസ്. കോടതി കൊണ്ടുപോയിക്കോ, എനിക്ക് ജാമ്യം എടുക്കാല്ലോ സാർ. ഇവിടെ ഈ ജംഗ്ഷനിൽ വെച്ച് എന്നെ നാട്ടിക്കേണ്ട കേസുണ്ട്. കോടതിയിൽ ഹാജരാക്കേണ്ട സമയത്ത് നിന്നെ ഞങ്ങൾ ഹാജരാക്കും. ഇങ്ങോട്ട് നോക്കിയേ, എവിടെ ചൊറിഞ്ഞേ? എവിടെ? പുറത്ത് എത്തുന്നില്ല, കൈ കണ്ടാ സാറേ? ഇവിടെ ചൊറിയടാ അങ്ങോട്ട്. നന്നായിട്ട് ചൊറി, ഇവിടെ ചൊറിയടാ. വിധിയിൽ നന്നായിട്ട് ചൊറിയടാ. നീ വ്യഥയുടെ ബലിപീഠമോ. നീയാടാ സ്ഫടികത്തിലെ തിലകനാ. ബസ്സപ്പോഴാ? ഓ ഇത് അവിടെ ചോദിച്ചു. മണിയെപ്പോഴാ? മണി അമ്പലത്തിലാണ് രാവിലെ 6 മണിക്ക്, പള്ളിയിലാണ് ഞായറാഴ്ച ദിവസം. മരണമുണ്ടെ കൂട്ടമണി. ഇത് ഏത് മണിയാ? മണി ബസ്. എടാ, മണി ബസ്സിലെ മണിയൊക്കെ പോയെങ്കിൽ അവരോട് ഒന്ന് ചോദിക്കണം. ഇവിടെ വന്ന് ഞാൻ അവിടെ ചോദിച്ചാൽ ഞാൻ ആരുടെ കാര്യം എടുത്തു തരാനാ? ഈ കള്ളം പാവാണ് എന്നെ വെറുതെ വിട്ടേക്കെ. ഇൻസ്പെക്ടറുടെ ലുക്ക് ഉണ്ട്, എന്നാലും കോൺസ്റ്റബിൾ അതല്ല തീർന്നില്ല എന്നുള്ള പാട്ട് പാടാൻ പാട്ടുപാടിയതല്ല, ആ ചെറുക്കിന് സുഖമില്ലാത്ത ഒരു ജെന്നി വന്നതാ. എന്നാ പിന്നെ വല്ല താക്കോലെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്ക്. ശരിയായിട്ട് എനിക്ക് താക്കോല, ആരെങ്കിലും താക്കോല എന്തായാലും കൊണ്ട് എടുത്ത് കൊടുക്ക്. താക്കോലില്ല, ഞാൻ കയറിന് ഒപ്പിക്കുയത്. ഇതിപ്പോ താക്കോല് ഇരിപ്പ് എവിടുന്നില്ല, ഒരു ഇരിപ്പ് ഒരു താക്കോല്. സാറേ ആ ബെരങ്ങിന്റെ താക്കോലുണ്ടോ? ഒരു കാര്യം ചെയ്യാം. ആ ബലം കിട്ടിയവനാണ് ആ ബസ് സ്റ്റോപ്പിൽ കമ്പിയിട്ട് എടുത്തതാ. ആ കമ്പിയിട്ട് കൊടുക്ക്. ചെറുപ്പക്കാരന്റെ ജീവനാ പോണെ. ആ കമ്പിയിട്ട് പൂട്ട്. അതിന്റെ താക്കോൽ എടുക്ക്. നിങ്ങള് പഠിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞില്ലേ? കൈ കൊടുക്ക്. ഇങ്ങനെ. കൊടുക്ക്. കൊടുക്ക്. കൊടുക്ക്, കൊടുക്ക്. ആശുപത്രി കൊണ്ടുപോ. ആശുപത്രി കൊണ്ടുപോ. കൊണ്ടുപോ. ആശുപത്രി കൊണ്ടുപോ. വണ്ടി, വണ്ടി. കൊണ്ടുപോ. എന്താല്ലേ കഷ്ടമായി പോയി. നിങ്ങൾ സെൽഫ് പ്രവൃത്തി ചെയ്തല്ലേ? സത്യം ഇതൊന്നും ഇവിടെ ഫേസ്ബുക്കിൽ ആരുമില്ല. അതാണ് അല്ലേ? ഇത്ര നാളത്തെ തന്നെ പോലീസ് ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിന് ഒരു പയ്യന്റെ ജീവൻ രക്ഷിച്ച് ഇതൊന്നും ആരുമില്ല ഫേസ്ബുക്കിൽ. എല്ലാം നമ്മൾ തന്നെ. ഒരു കാര്യം ചെയ്യും, ബസ് വരാൻ സമയം ഇവനെ അഴിച്ചോണ്ട് നമുക്ക് പോവാം. ബസ് ബസ് വരാൻ സമയം ഇവനെ വിളിച്ചോണ്ട് നമുക്ക് പോവാം. പടം ഏയ്, ഇങ്ങോട്ട് വലിക്കുന്നു. ഇങ്ങോട്ട് വേടാ. അങ്ങോട്ട് വലിച്ചല്ലേ എന്നെ പൂട്ടിയിട്ടിരിക്കുന്നു. അവന്മാര് താക്കോലും കൊണ്ടുപോയില്ലേ? ഏതാ താക്കോല്? നമ്മുടെ അവന്റെ കയ്യിൽ നിന്ന് താക്കോല് മേടിച്ചില്ലേ? ഇല്ല. എടാ പോയി താക്കോല് മേടിച്ചോണ്ടോ? ശ്ശേ, അതിപ്പം എന്താ ചെയ്യുന്നത്? താക്കോല് അവൻ എങ്ങനെ അഴിച്ച് നമ്മൾ കൊണ്ടുപോകൂടാ? എന്നാ പരിപാടി തന്നെ? 1:30 കോടതി ഹാജരാക്കിട്ട് എനിക്ക് ജാമ്യം എടുക്കാനുള്ള എടാ അവരെവിടെ പോടാ? എന്നാ വേഷം കളിക്കല്ലേ. ഇവൻ നല്ല ഒന്നാം തരത്തിന് പൂട്ട് തുറക്കുന്നവനാണ്, എല്ലാ പൂട്ടും പൊളിക്കുന്നവനാ. അവനോട് പറഞ്ഞാൽ മതി, അവനത് പൊളിച്ചു തരും. അവൻ വിളിച്ചു തരും. പിന്നെ അവൻ തുറന്നു തരും. ആ ജെന്നി വന്ന പയ്യന്റെ കയ്യിൽ നമ്മൾ താക്കോല് കൊടുത്തു വിട്ടല്ലോ. ആ അവ ആ താക്കോലും കൊണ്ടുപോയി. അപ്പൊ നിന്നെ 12 മണിക്ക് കോടതി ഹാജരാക്കണ്ടേ? ആ ആ പൂട്ടൊന്ന് നീ തുറന്നാണ് നമുക്ക് അവിടെ പോവാം. എവിടെ പോവാം? കോടതി പോവാം. ഒറ്റക്ക് പോയാൽ ഞാൻ വരില്ല. ഇടാ 12 മണിക്ക് എന്താ? എനിക്ക് തൗരിയില്ല മര്യാദ സംസാരിക്കാൻ പറ്റും. ഇടാ പൂട്ട് തുറടാ, നിന്നെ തൂക്കിക്കൊല്ലടാ. ഇങ്ങട്. നമ്മൾ ആപത്തിപ്പെട്ടിരിക്കല്ലേ, അപ്പൊ അവനോട് സംസാരിക്കുമ്പോ ഇത്തിരി മയത്തില് നമ്മുടെ കാര്യം നേടണ്ടേ? അവിടേക്ക് ഞാൻ വയ്ക്കും. മോനെ, എന്താ? നമുക്ക് കോടതി പോകണ്ടേ? പോണം, ജാമ്യം എടുക്കണ്ടേ? വേണം. പൂട്ട് തുറന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ. ഒന്ന് തുറക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കെ, എനിക്ക് കോടതി ചെന്ന് ജാമ്യം എടുക്കണ നിങ്ങൾ എന്നെ ഇവിടെ. നീ ഏത് പൂട്ടും തുറക്കും. ഞാൻ ഏത് പൂട്ടും തുറക്കും. ഏത് പൂട്ടും തുറക്കും. ചോണയുണ്ടെങ്കിൽ ആ. നീ ഈ പൂട്ട് തുറന്ന. ആഹാ ചൊണയില്ല, എനിക്ക് ചൊണയില്ല. ചൊണയില്ല കേട്ടോ. ആ ഇത്തിരി ഏതായാലും സാറ് പറഞ്ഞതല്ലേ, തുറക്കണില്ല. ഒരു പൈസ ഓഫർ ചെയ്തല്ലേ? എന്നാ പിന്നെ വേണ്ട, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ അല്ലേ പൂട്ടെന്നാ തുറക്കണ്ട, അവിടെ തന്നെ കിടക്കട്ടെ. വെറുതെ എടാ ഈ ബസ് സ്റ്റാൻഡ് ഇളക്കി എടുത്താലോ നമുക്ക്? ഒന്നും കിടക്കാൻ പറ്റും. ഞാനേ ഒരു വെൽഡറെ വിളിച്ചോണ്ട് വരാം. എടാ അതൊക്കെ സമയം 12 മണിക്ക് മുമ്പ് കോടതിയെ കൊണ്ടുപോകണ്ടേ? നമ്മൾ സുഖമായിട്ട് തുറക്കാം. ഞാൻ ഇങ്ങനെ തിരിച്ചാൽ മതി, ഈ സാധനം തുറക്കും. എടാ തുറയടാ. തുറ. ഒരു പാട്ട് പാടും.
എടാ, എന്റെ അവസരം നീ മുതലെടുക്കരുത്. ഒരു പാട്ട് പാട്. ഞാനൊരു കോൺസ്റ്റബിൾ ആണ് പ്ലീസ്. പാട്ട് പാട്. അവസരം മുതലെടുക്കരുത്. പാട്ട് പാട് എന്ന് ഞാൻ തുറക്കാം ഇത്. എന്നെ ഒരു പാട്ട് പാട്, ഒരു പാട്ട് പാടി തുറക്കും. പാടുവാ. ഹരിമുരളീരവം തുറ, സാറ് തുറന്ന് പാട്. ഹരിത വൃന്ദാവനം തുറ, തുറന്ന് പാട്. പ്രണയ സുധാമയ മോഹന തുറ. കേട്ടെ തുറന്ന് പാട്. ഒന്ന് തുറയടാ, ഒന്ന് തുറയടാ. സാറേ സമ്മതിക്കണം കേട്ടോ ഈ സാറിന്. ജംഗ്ഷനിൽ വന്നൊരു ബസ് സ്റ്റോപ്പിൽ വന്ന് കിടന്നുണ്ട്, പിച്ചുമില്ല താളമില്ല, ചോദിക്കില്ല, ആരും ചോദിക്കില്ല, വീട്ടിൽ തിരക്കില്ല. വേണ്ട കേട്ടാ, നിർത്ത്. നീ കുറെ നേരം അങ്ങോട്ട് ചിലക്കാൻ നോക്കിട്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റി. നീ ചിലക്കേണ്ട കാര്യമില്ല കേട്ടോ. ആണല്ലേ മുതുവൻ ചൊറ വിധിയിൽ വെന്തുരുകും നീ വ്യഥയുടെ ബലിപീഠമോ. ഇനി തുറ, ഇനി തുറ. എടുത്തുണ്ടോ രൂപങ്ങൾ പോയി എടുത്തുണ്ടോ എടുത്തോണ്ട് വന്ന് തുറക്കാന്ന്. എനിക്കിതിങ്ങനെ ഒന്ന് കറക്കി തിരിച്ചാൽ ഞാൻ എത്ര ബൂട്ട് തുറന്നിട്ടാണ് ഞാൻ ആ കിണ്ടി എടുത്തത്. പിന്നെയാണ് എനിക്ക് ഇത് നിഷ്പ്രയാസം. കൈകൊണ്ടെടുത്തുണ്ടോ? കൈകൊണ്ടെടുത്തു, അത് മോശം. എന്റെ ഷൂവിനെ നിഷേധിക്കുന്നത് മോശം. കൈകൊണ്ടെടുത്തുണ്ടോ? നാണയിൽ ഇച്ഛിച്ച എന്നെ ഞാൻ ബാത്റൂമിൽ കെട്ടുന്നത് എടുത്തിട്ട് വാ കിട്ടും. വിധിയിൽ വെന്തുരുകും നീ വ്യഥയുടെ ബലിപീഠമോ. എടാ ഒന്ന് തുറയടാ, 12 മണിക്ക് മുന്നേ കൂടെ ചെന്നില്ലെങ്കിൽ പണി പോവടാ. ആണല്ലേ? ഒന്ന് തുറയടാ. പക്ഷെ തുറക്കാറ് നിമിഷം മൂത്രമൊഴിക്കാണ്ട് തുറക്കാൻ പറ്റില്ല. മൂത്ര പൊതുവഴിയില്ല. ഞാനാ കുഴപ്പമില്ല. അയ്യേ പൊതുവഴി ഞാൻ മൂത്രമൊഴിക്കൂല. നീ തുറന്നോ? വേണ്ട, ഞാൻ ഇവിടെ മൂത്രമൊഴിക്കാം. പക്ഷെ ഞങ്ങൾ എനിക്ക് വേറെ കാര്യമുണ്ട്. അവിടെ തുറന്നൊഴിച്ചോ? സിപ്പഴിക്കാൻ പറ്റില്ല. സിപ്പഴിച്ചു തന്നെ സാർ, സിപ്പഴിച്ചു. അഴിച്ചു സാറേ. ഇത് പെട്ടെന്ന് പോയില്ലെങ്കിൽ കോടതി ഹാജരാക്കാൻ പറ്റില്ല കേട്ടോ. അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. മൂത്രമൊഴിക്കണം. ചാവിയും കൊണ്ട് പോയവന്മാർ വരുന്നടാ, താക്കോലും കൊണ്ട് പോയവന്മാർ വരുന്നടാ. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ സാറേ, അടിക്കല്ലേ, 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 അടിക്കല്ലേ. ചാവിയെട്, എന്റെ ചാവിയെട്. വിലങ്ങിന്റെ താക്കോൽ എവിടെ? വിലങ്ങിന്റെ താക്കോലോ? വിലങ്ങിന്റെ താക്കോല ചെറുക്കൻ്റെ ഇരിക്കുകയല്ലേ. അവൻ വലത്തൊക്കെ കൊണ്ട് ചാക്കോലിൽ മുറുക്കെ പിടിച്ചിട്ട് ഇടത്തൊക്കെ കൊണ്ട് ഞങ്ങൾ ചാച്ചാതെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. അവൻ ആശുപത്രിയിലല്ലേ? താക്കോലില്ലേ? അവൻ്റെ ഇല്ലേ? എന്ത് ചെയ്യുമെന്ന് പറയണേ. വല്ലതും കേൾക്കുന്നതിന് മുമ്പ് കയറി അടിച്ചല്ലടാ. ഞാൻ തുറക്കൂല. അല്ല ഒരു വേണ്ട, ഞാൻ തുറക്കൂല. എടാ തുറയടാ, 12 മണിക്ക് മുമ്പ് കോടതി. 12 മണിക്ക് പോണ്ടേ? എനിക്ക് മൂത്രമൊഴിക്കണോന്ന്. മൂത്രമൊഴിക്കണം. അവിടെ ഒഴിയടാ. എനിക്കൊരു മറ കിട്ടുന്ന ഒരു മറയില്ലാണ്ട് ഞാൻ മൂത്രമൊഴിക്കൂല. മറയില്ലെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എന്താ ചെയ്യുന്നു? ഇപ്പം മറയില്ലാണ്ട് ഞാൻ മൂത്രമൊഴിക്കൂല. മറ പിടിച്ചു ഒഴിക്കട്ടെ. ആ മാലയ മണിബാലേ കഥകളിയല്ല, ഇത് മൂത്രമൊഴിക്കേണ്ട റിയാക്ഷനാ. നാണക്കേട്, നാണം കെട്ടന്മാരാകരുത്. നിങ്ങളൊന്നുമില്ലല്ലോ കേരളത്തിലെ പോലീസുകാർ. ഈ നടരോട്ട് ഇതുമൊക്കെ പിടിച്ചോണ്ട് നാണം കെടുത്താൻ വേണ്ടി മൂത്രം ഒഴിക്കുക. നാലേ ചോദിക്കൂ. ചേട്ടൻ ആദ്യം നാണോ മാർത്തരം കൂടെ നിക്കി. ഞാനെന്തിനാ നാണം കെടുന്നത്? ആദ്യം ഒരു മുണ്ടെടുക്ക്. അണ്ടർവെയർ പുറത്ത് നിൽക്കണം. എന്റെ മുണ്ടിങ്ങോട്ട് അതോടത്തോണോ അങ്ങോട്ട് പോയത്? ആ മൂത്രമൊഴിച്ചു. എല്ലാം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കേട്ടു. പ്ലീസ് ഞാനൊരു മണ്ഡലം പ്രസിഡന്റാണ്. 2 പോലീസുകാരും പറഞ്ഞു നിങ്ങൾ ഇവരെ കോടതി ഹാജരാക്കണ്ട, നിങ്ങൾ വിലം കഴിക്കേ. ഈ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, ഇവരുടെ ഈ അവസ്ഥ കണ്ടോണ്ട് ഞാൻ വേണമെങ്കിൽ ഈ പൂട്ട് തുറക്കാം. നീ പോലീസുകാരനെ കൊണ്ട് പാട്ട് പാടിക്കില്ല. അടിക്കല്ലേ, അടിക്കല്ലേ സാർ, അത് മോശം, അത് മോശം. അയ്യോ, അയ്യോ, അത് മോശം. അടിക്കല്ലേ സാർ, അടിക്കല്ലേ. അയ്യോ സാർ, മോശം. അയ്യോ സാർ, അങ്ങനെ അടിക്കല്ലേ സാർ, പ്ലീസ്. ഞാൻ ഇത്ര ചെയ്തു തന്നില്ല, പ്ലീസ്. ഹലോ സാർ, സാർ ഓക്കെ സാർ. അല്ല ഞങ്ങളിപ്പോ എത്തും സാർ. അയ്യോ സാർ, സാർ ഒന്ന് പറഞ്ഞോ. അയ്യോ എന്റെ ദൈവമേ, ഈശ്വര മെളിനാ വിളിച്ചത്. കറക്റ്റ് സമയത്ത് ഇവരെ കോടതി ഹാജരാക്കത്തോണ്ട് നമ്മുടെ പണി പോയിടോ. അപ്പൊ ഇന്ന് സസ്പെൻഷൻ, അപ്പൊ നാളെ ഡിസ്മിസ്. ഞാനിപ്പോ എന്നാ ചെയ്യണം അത് പറ. ആ കയ്യാമ എടുത്ത് ഞങ്ങളുടെ കൈ വെച്ച് കെട്ടിത്താടാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കോടതിയിലോട്ട് പോകാടാ. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. സംഗീതം ജീവിതവ്രതമാക്കിയ വ്യക്തി, നമ്മുടെ സ്വീകരണ മുറികളിൽ നിറസാന്നിധ്യമായ സംഗീത പ്രതിഭ. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ശരത്. കോവിലിൽ പുലർവേളയിൽ
ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലഞ്ഞീ ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനകേറാമേട്ടിൽ ഇനിയായിരത്തിരി കൊളുത്താം ഇനിയും ഈ കഥകളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമാ നിൻ രാഗമോ ഭൂപാളമാ എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ. നമസ്കാരം. വണക്കം. മലയാളികൾക്ക് വരദാനമായി കിട്ടിയ സംഗീത സംവിധായകനാണ് ശരത്തേട്ടൻ. എങ്ങനെയാണ് ഈ സംഗീത ലോകത്തേക്ക് വന്നത്? ഇതിപ്പോൾ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയേണ്ടത് പറയാം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ്. ഇപ്പം എൻ്റെ അമ്മ പറയാറ് ഞാൻ 2 വയസ്സിലൊക്കെ പാടുമെന്ന്. അത് എനിക്ക് കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പാടുമില്ല എന്നുള്ളത്, ഓർമ്മയില്ല. ഏതോ ഒരു പാട്ട് മാമ പാടുമ്പോൾ അതിൻ്റെ ബാക്കി വരികൾ അതേ ശ്രുതിയിൽ ഞാൻ പാടുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞുള്ള അറിവാണ്. അപ്പം അമ്മ കള്ളിയാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അത് വിശ്വസിക്കാം. അപ്പം ചെറുപ്പം മുതലേ സംഗീതമായിരുന്നു എനിക്ക് എല്ലാം. പാരമ്പര്യമായിട്ട് സംഗീത കുടുംബമാണോ? അല്ല, എൻ്റെ അമ്മ അസാധ്യമായിട്ട് പാടും, എൻ്റെ മാമൻ അസാധ്യമായിട്ട് പാടും. പിന്നെ എല്ലാ മാമന്മാരും പാടും, പക്ഷേ അവരുടെ പ്രൊഫഷൻ ഇതല്ല. എൻ്റെ അമ്മയും ഇന്ദിരാദേവി, അമ്മയുടെ അടുത്തുനിന്ന് മാമൻ്റെ അടുത്തുനിന്നാണ് ഞാൻ പാട്ട് ആദ്യം പഠിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലി മുഴുവൻ, ഞാൻ എല്ലാവരും അടക്കം ഡോക്ടർ ബാലമുരളി കൃഷ്ണ അദ്ദേഹത്തിൻ്റെ വലിയ ഫാൻസായിരുന്നു. സുപ്രഭാതം മുതൽ അങ്ങ് ഉറങ്ങുന്ന വരെ ബാലമുരളി സാറിൻ്റെ പാട്ട് തന്നെ ആയിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ 6 വയസ്സിൽ, എനിക്ക് 6 വയസ്സിലാണ് അദ്ദേഹം അമ്മച്ചി വീട്, കൊല്ലം അമ്മച്ചി വീട്ടിൽ കച്ചേരിക്ക് വരികയും എൻ്റെ അങ്കിളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഈ റെക്കോർഡിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രൂപത്തിനെ നേരിട്ടാണ് അത്രയേ ഉള്ള എക്സ്പ്രഷൻ. അദ്ദേഹത്തിൻ്റെ ഒരു വിലയോ ഒന്നും എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കി വരുമ്പോഴേ നമുക്ക് ആളുകളെ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ മ്യൂസിക്കിനെ പറ്റി, ഇപ്പോഴും നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിനെ കണ്ടിട്ട് ഇങ്ങനെ എൻ്റെ മാമൻ പറഞ്ഞൊരു ബാലമുരളി സാറും പറഞ്ഞു എന്തെങ്കിലും പാടാൻ. അപ്പോൾ അന്ന് പ്രത്യേകിച്ച് ഒരു ധാരണ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വർണ്ണം പാടി കേൾപ്പിച്ചപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അന്ന് അതിൻ്റെ വാല്യൂ മനസ്സിലായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എങ്കിലും ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു ഇവനെ ഞാൻ പഠിപ്പിക്കണം, അതിന് ചെന്നൈ കൊണ്ടുവരുമെന്ന് എൻ്റെ മാമൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഒരു മൊമെൻ്റാണ് എനിക്കൊരു 1000 ഓസ്കാർ അവാർഡ് കിട്ടിയാൽ പോലും ഞാൻ അത്രയും സന്തോഷിച്ച് കാണത്തില്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് പോകുമ്പം എനിക്കെന്താ പറയുക, എനിക്കൊരു 6-7 വയസ്സ് തന്നെ ഉള്ളൂ ഇപ്പോഴും. അത്രയ്ക്ക് ഞാൻ ഒരിക്കലും ബാലമുരളി സാർ എപ്പോഴും എന്നെ കൂടെ ഇരുത്താൻ ശ്രമിക്കും. അദ്ദേഹത്തിന് ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല, ഞാൻ എപ്പോഴും ആ കാൽക്കലിരുന്ന് കാല് പിടിച്ചിരുന്നിട്ടേ ഉള്ളൂ. പറയട്ടെ, അന്ന് ബാലമുരളി സാറിന്റെ മുന്നിൽ പാടിയാ വരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ബാലഗോപാലമു സഫലോക മുരളീഗാനം സേവാസനി വീഴ്ചി മോഗമുരേ ബൾമയുലുഗ പാപഗമാൽ പനി പവഗ സഗമപനി സനി പമയ സയ പാപഗമാപനി പവഗ സഗമപനി സനി പമഗ സപാനി സ പനി മപ നിസഗ സാനി പമപനി പമഗ സഗമഗ സനി ആബാല ഗോപാലമു ആദ്യമായിട്ട് സംഗീത സംവിധാനം ചെയ്തത് വലിയൊരു ഹിറ്റായിട്ടുള്ള മൂവി ആയിരുന്നു. പക്ഷെ അതിന് മുന്നേ വേറൊരു പാട്ട് സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സംഗീത സംവിധാനം ചെയ്യുന്നത്
എൻ്റെ 6 വയസ്സിലാണ്. 6 വയസ്സിലാണ്. അപ്പോൾ കൊച്ചിലിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ എന്താ പറയണ്ടേ ഈ ഒരു പാട്ട് എഴുതിയ പാട്ട് പറഞ്ഞു തന്ന് എന്നെ ഒരു പദ്യം പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചതിന് ശേഷം എനിക്ക് ഹാർമോണിയം തന്നെ ഇരുന്ന വായിക്കത്തില്ല, എൻ്റെ വായുടെ അടുത്താണ് അതിൻ്റെ റീഡ്സ്. അപ്പോൾ മുട്ടുകുത്തി നിന്നിട്ട് ഞാനിങ്ങനെ പാട്ടുണ്ടാക്കി അത് വേറൊരു അന്നത്തെ ഒരു ചേച്ചിയൊക്കെ വന്ന് പാടി. ഞാനത് അമ്മയുടെ മടിയിലിരുന്ന് ആ നാടകം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും തോന്നിയില്ല. അപ്പോൾ എന്താണ്, പക്ഷെ ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഇപ്പം 6 വയസ്സായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻജോയ് ചെയ്തേനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലേക്ക് വേണ്ടിയിട്ട് സംഗീത സംവിധാനം നിർവഹിച്ചല്ലോ. ആദ്യമായിട്ട് ഞാൻ ഒരു ആൽബത്തിനാണ് സംഗീത സംവിധാനം ചെയ്തത്. സംഗീത പറവ എന്ന് പറഞ്ഞത് വാണിയമ്മ, സുനന്ദ, പിന്നെ ഞാനാണ് മെയിൽ വോയിസ് പാടിയത്. അപ്പോൾ അത് റിലീസായതിനു ശേഷം MSV സാർ ആ ആൽബം കേട്ടിട്ട് നമ്മുടെ കവിஞർ വൈരമുത്തു സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇവനൊരു ഫിലിം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാന്ന് MSV സാറിന് പറഞ്ഞൂടാ, ഒരു പിടിയില്ല. വൈരമുത്തു സാറിന് എന്നെ അറിഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് വൈരമുത്തു സാറാണ് എന്നെ ആദ്യം ഒരു ഡയറക്ടറിനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ വിളിക്കുന്നത്. ആദ്യം ഒരു കമ്പോസിംഗ് എന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോൾ അതിൽ ചിത്ര ചേച്ചിയും മനോയൊക്കെ ആയിരുന്നു പാടിയത്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി നമസ്കാരം സാർ. നമസ്കാരം. അല്ലടാ, നീ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ സാധാരണ വരാറുള്ളത്. ഇന്നൊരു ജാഥയ്ക്കുള്ള ആളുണ്ടല്ലോ കൂടെ. അയ്യോ, ജാതിക്കുള്ള ആളൊന്നുമില്ല. ഇതെന്റെ അമ്മ, ഇതെന്റെ അമ്മാവൻ. ഫസ്റ്റ് തന്നെ തൊലച്ചളഞ്ഞല്ലോ. ആരാണോ നീയല്ലേ തൊലച്ചത്? പൊസിഷൻ മാറില്ല, അങ്ങനെ മാറി നിൽക്ക്. ഇതെന്റെ അമ്മ, ഇതെന്റെ അമ്മാവൻ. സാറേ, എന്റെ മോനെ റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. സാറിന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്ന കാലി വീഴടാ. ആരാ പാടുന്നത്? ആടുന്ന കുട്ടിയാ. പിന്നെ ഈ മാമൻ എന്താണ്? അല്ല, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഇവിടെ പാട്ടിന്. ഫാമിലി ആയിട്ട് അനുഗ്രഹം വാങ്ങിയത് അതെ അതെ, അതാണ് ഫാമിലി ആയിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നത്. അല്ല, സൂരജ് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, സാപ്പാസ പഠിച്ചിട്ടുണ്ട്. എല്ലാം ആയി മോനെ, സംഗീതമായി. നീ എന്താ പറയണ്ടത്? അപ്പൊ ആരാ ഗുരു നിന്റെ? ഞാനാ ഗുരു. ആ, എനിക്ക് മാമ ഗുരുവാണ്, പക്ഷെ നാട്ടുകാർക്ക് മൊത്തം ഗുരുവാ. കാർ മേടിക്കണോ? ഫ്ലാറ്റ് മേടിക്കണോ? കല്യാണം കഴിക്കണോ? കളിയാക്കുവോ? സാറേ, എന്റെ ഒപ്പം പിന്നണി പാടിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്? മറ്റേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ ഞാനൊരു ഗാനം സംഭാവന ചെയ്തു. അയ്യോ, അത് മഞ്ചാടിക്കുന്നിൽ മണിമുകിലുകൾ ദൂരെ. അത് അല്ല, ഇത് പക്ഷെ പാടിയാള് വേറെ ആണല്ലോ. അതെ, ദാസാറ് ദാസേട്ടൻ പാടി. ദാസാറ് പാടി, ഞാൻ കൂടെ ബൂസ്റ്റ് ചെയ്തായിരുന്നു. ഇത് ഞാനാണ് വെച്ചത്. പിന്നെ എന്റെ ഒപ്പം നന്നായിട്ട് ട്യൂൺ ചെയ്യും. മാമ ഭയങ്കര ട്യൂണിങ്ങാണ്. ഇന്നാളെ ട്യൂൺ ചെയ്താണ് ഇപ്പൊ വീട്ടിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? അമ്മായി ഫ്ലാറ്റ് വേണോ? വേണം. കാർ മേടിക്കണോ? കളിയാക്കുവോ? പെണ്ണ് കെട്ടണോ? കെട്ടിക്കാൻ കേട്ടോ? പിന്നെ പെണ്ണ് കെട്ടണോന്ന് ചോദിച്ചിട്ട് എന്താ അതിനെ ചെയ്യുന്നത്? ഭയങ്കര കളിയാക്കാ സാറേ. സാറിന്റെ കയ്യിൽ ഒരു പാട്ട് കിട്ടിയാലേ സാർ അത് ഒരു ട്യൂണിലല്ലേ ചെയ്യുള്ളൂ. എന്റെ ഒപ്പം അങ്ങനെയല്ല, 3, 4, 5 ട്യൂണിൽ പാടും. പാടൊക്കെ എന്തിനാ അതൊക്കെ ഇവിടെ അല്ല, പറയുന്നത്? ഞങ്ങൾക്ക് കേൾക്കണല്ലോ. അല്ല സാറേ, ഈ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഒരു നഴ്സറി ഗാനമാണ്. ഒരു 1ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടാണ്, ഒരു പദ്യമാണ്. അത് ഞാൻ 2-3 പേരായിട്ട് ഇങ്ങനെ പാടും. അത് മറ്റൊന്നുമല്ല, 1-ാം കുന്നിൽമേൽ ഓരടി മണ്ണിമൽ ഓരായിരങ്ങളിൽ കൂടി വെച്ചു, കൂട്ടിനിളങ്ങളിൽ താമരപ്പെങ്കിൽ താനിട്ട് നടന്ന പൊന്നോല. ഈ പാട്ട് 2-3 പേര് പാടുക. ഇളയരാജ സാറ് പാടിയാൽ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. താങ്കെടുത്ത തരികിടത്ത തളാങ്കത തകതി മതകഞ്ഞു താങ്കെടുത്ത തരികിടത്ത തളാങ്കത തകതി മതകഞ്ഞു താങ്കെടുത്ത തരികിടത തരികിട തരികിട തകതി മതകഞ്ഞു താങ്കെടുത്ത തരികിടത തരികിട തരികിട തകതി മതകഞ്ഞു താ. അഴകുന്നനം കുന്നിന്മേലോരടി മണ്ണിന്മേ ഓരായിരം കിളിക്കൂടുകൾ വെച്ചിരുക്ക. അടവുന്നനം കുന്നിന്മേലോരടി മണ്ണിന്മേ ഓരായിരം കിളിക്കൂടുകൾ വെച്ചിരുക്ക. താങ്ക് യു സാർ. കെ എസ് ജോർജ് സാറ് പാടിയ ഒരു പാട്ട്, നാടകഗാനം. 1-ാം കുന്നിൽ ഓരടി മണ്ണിൽ ഓരായിരം കിളിയേ കൂട്ടിൻ നിലങ്കിളി കാ
താമര പൈങ്കിളി താനിരുന്നാടും നല്ലോ താനിരുന്നാടും നല്ലോ. അസാധ്യം. മാപ്പിള മാപ്പിള മാപ്പിളപ്പാട്ട്. ആ സാറേ, മാപ്പിളപ്പാട്ട് രാജാവ് വി എം കുട്ടി സാർ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ പാടാം. ഒന്നാം കുന്നിന്മേലെ ഒരട്ടി മണ്ണിന്മേലെ ഓരായിരം കിളി കൂടു വെച്ചു കുട്ടിൽ നിലങ്കിളി നമ്മുടെ താമര പെങ്കിളിക്കല്ലേ നന്നിത് നാടും പൊന്നോല. ഹലോ, ഒന്നാം കുന്നിന്മേലെ ഒരട്ടി മണ്ണിന്മേലെ ഓരായിരം കിളി കൂടു വെച്ചു കുട്ടിൽ നിലങ്കിളി നമ്മുടെ താമര പെങ്കിളിയല്ലേ നന്നിത് നാടും പൊന്നോല. ലയിച്ചു പോയി സാറേ. എന്റെ ഒപ്പ് ഇതൊന്നുമല്ല ശുദ്ധമായ സംഗീതം. ഇത് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇത് ശുദ്ധമായിട്ടുള്ള സംഗീതമല്ല. അല്ല, ശുദ്ധമായ സംഗീതത്തെ കുറിച്ച് ചെറിയൊരു അറിവ് എനിക്കുണ്ട്, സാറിന്റെ അത്ര ഇല്ലെങ്കിലും. ഈ ശ്രുതി എന്ന് പറയുന്നത് അമ്മ, ലയം അച്ഛൻ. അപ്പൊ കുഞ്ഞമ്മയുടെ മോളായിരിക്കും സംഗീതം. ഫ്ലാറ്റ് മേടിക്കണോ, കാറ് മേടിക്കണോ, കല്യാണം കഴിക്കണോ? കഴിപ്പിക്കാം ഞാൻ കഴിപ്പിക്കാം കേട്ടോ. ചുമ്മാ നീ കല്യാണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെ, ഓക്കെ. എന്താന്നറിയ പ്രശ്നം, ഇപ്പത്തെ റിയാലിറ്റി ഷോയിലൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ തരും, എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് പ്ലേ ചെയ്യേണ്ടത്. അതുണ്ട്, സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മോനെ മറ്റേ സാധനം എടുത്തുള്ളൂ. ഞങ്ങള് സിറ്റുവേഷൻ വെച്ചൊരു സംഭവം. ഇപ്പം പണത്തിന് ഭയങ്കര ദൗർബല്യമാണ്, ATM നിന്ന് കിട്ടുന്നില്ല, മനുഷ്യൻ കഷ്ടപ്പെടുക. അത് വെച്ചിട്ട് ATM നിന്ന് പണം കിട്ടാത്ത കുടുംബത്തിന്റെ വിഷമം അത് ചെയ്യാം. പയ്യനെ മോനെ വേടാ. അപ്പൊ കാശെടുക്കാൻ ക്യൂ നിൽക്കണേ, ഒന്ന് പറഞ്ഞു കേട്ടാണ് വരുന്നേ. ആ കാശുണ്ടോ? ആ ശരി, ഇങ്ങോട്ട് മാറി തിരക്കാണ്. അയ്യോ അറിയിക്കോട്ടെ ഇങ്ങോട്ട്. അച്ഛ പൈസ കിട്ടുന്നില്ല. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു 500,000 500,000. എന്തായി കാണിക്കണ നിങ്ങളെല്ലാരും? ATM നിന്ന് പണം കിട്ടാത്ത കുടുംബത്തിന്റെ ദുഃഖം. കരഞ്ഞു, കണ്ണുനീര് വന്നു. വളരെ നന്നായിട്ടുണ്ട്. കാര്യം ഇതെല്ലാരും അനുഭവിച്ചതാ, മോനെ പറയാതിരിക്കാൻ വയ്യ. അപ്പൊ സാറേ, എന്റെ ഡിഫറൻ്റ് ആണ് മോനെ. ഫ്ലാറ്റ് മാത്രമല്ല, ഫ്ലാറ്റ് അതിന്റെ അടുത്തുള്ള ഫ്ലാറ്റ്, വില്ലയുടെ തൊട്ടടുത്ത വീട്. പെണ്ണ് കിട്ടുന്ന പെണ്ണ് കിട്ടും. അല്ല, പെണ്ണ് കെട്ടിയിട്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ആ കൊച്ചിനെ ഉപദ്രവിച്ചു, അതിന്റെ സംഗതിയൊക്കെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ അതെല്ലാം പറിച്ച് കളഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. 500,000. സിനിമാ സംഗീത സംവിധായകനായിട്ടുള്ള രംഗപ്രവേശം. നടക്കാതെ പോയ പ്രോജക്റ്റ് നമ്മൾ കുറേ കാസറ്റ് ഒക്കെ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞു. അപ്പോൾ അതിലേതൊരു കാസറ്റ് എടുത്തിട്ട് പോയി സുരേഷ് കാന്തൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം എടുത്ത് ജിജോ സാറിൻ്റെ അപ്പച്ചൻ സാറിൻ്റെ മകൻ്റെ അടുത്ത് കൊടുത്തിട്ട് കേൾപ്പിച്ചിട്ട്, അങ്ങനെയാണ് ജിജോ സാറാണ് എന്നെ വിളിക്കുന്നത്. നവോദയ എന്നൊക്കെ ഒരു ക്ഷണം ആ സമയത്ത് വരുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എന്നെ തന്നെ ആയിരിക്കും. ആ ഫിലിം പക്ഷേ നടന്നില്ല. അത് എന്താ പറയുക, കമ്പോസിങ് കഴിഞ്ഞു. നമ്മുടെ കൈതപ്പുറ അണ്ണാച്ചിയായിരുന്നു ലിറിക്സ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്ഷണക്കത്ത് എന്നുള്ള ഫിലിം, അത് രാജുവേട്ടൻ തന്നെ ആയിരുന്നു. അപ്പൊ വന്നപ്പോഴേ ശരത്ത് തന്നെ ആയിരുന്നോ പേര്? അല്ല, ശരത്തൻ തന്നെ ആയിരുന്നു. പക്ഷെ അത് ശരത്ത് ആവാൻ വേണ്ടി കുറേ പേര് ഞാൻ മാറ്റി. പല പേര്, രാമേന്ദ്രൻ, ഗജകേസരി, കോമളാങ്കൻ, എന്ന് പറഞ്ഞാൽ കണ്ടമാനം പേരുകൾ. ഇനി പേര് ഒരു അമ്പലത്തിൽ പോയിട്ട് അർച്ചന കൊടുത്തിട്ട് ഞാൻ നിൽക്കുക. അപ്പം പൂജാരി വന്ന് ചോദിച്ച് എന്നെ പേര് ചൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുക, എന്ത് പേര് പറയുന്നു? ഞാൻ പറഞ്ഞു പിന്നെ ദൈവത്തിൻ്റെ പേര് ചെയ്തോളാം. നവോദയയിൽ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ശരത്ത് എന്നുള്ള പേര് ഇടുന്നത്. എൻ്റെ ഒറിജിനൽ ഒഫീഷ്യൽ പേര് സുജിത്താണ്. സുജിത്ത്. അപ്പോൾ ശരത്തായി മാറിയ ആദ്യ ചിത്രം, അതിലെ പാട്ട് ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നൂടെ? മംഗളങ്ങളരുൾ പാടിത്തരാം.
ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം കാണാൻ മറന്നു പോയോ മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ. ആദ്യമായിട്ട് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് പാടിയത്? ആദ്യമായിട്ട് പാട്ട് പാടുന്നത് ഞാൻ ഇവിടുന്ന് പോയിട്ട് ചെന്നൈയിൽ ചെന്ന ഉടനെ എനിക്ക് എന്താ പറയണ്ടേ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചു. ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സംഗീത സംവിധായകൻ ശ്യാം സാറാണ്. ശ്യാം സാറാണ് എനിക്ക് ആദ്യമായിട്ട് പാട്ട് തരുന്നത്. ശാസ്ത്രീയ സംഗീതാലാപനത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് അന്ന് ആ ഒരു അവാർഡ് അങ്ങനെ ഒരു കാറ്റഗറി ആദ്യം ഞാൻ മേടിച്ചതെന്ന് തോന്നുന്നു. ഭാവയാമി എന്ന് പറയുന്നത് അത് 13.5 മിനിറ്റുള്ള ഒരു പാട്ടാണ്. എന്തായാലും ഭാവയാമി ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാടിത്തരില്ലേ? ഭാവയാമി പാടുമെൻ്റെ ജീവനാടികളിൽ നാദഗോപുരങ്ങൾ തീർത്ത വേദ പൗർണമിയിൽ പ്രാണപഞ്ചമങ്ങൾ പ്രണവസാന്ദ്രമാക്കും ആദിബോധ സാധകം ആത്മരാഗ സമർപ്പണം ഈ സംഗീതോ സാഫല്യം സരിഗപദ സഗമപനിത നിരിഗമദ നിരിഭാവയാമി പാടുമെൻ്റെ ജീവനാടികളിൽ പമഗമപമകാരേ നീ മാമഗമപമഗമപമകാരേ സരി നീ പമഗമപദ പമഗമപദ നീത പമപദ പമഗമമഗമമഗമമഗരി സനി സരി ഗമപദ മാ ni 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 da da ni ni da da ni 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 da da pa ma ma da 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 ma da ni ni da da pa ma pa da pa ma pa ga ma pa da sa ni da pa da ni sa da ni sa ni sa ni sa da ni sa ni sa ni da sa ni da ni sa 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 ni da ni da pa ma ga ni sa ni ga ma pa da ni sa ni sa Dani sa 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 ni ni sa ni sa ni ni sa ni sa ga ni sa ni sa ga ni sa ni sa ma ga ni sa ni sa ma ga ni sa ni sa ni da ni sa ri 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 ga ni ni sa ni sa da ni sa ni sa ni sa 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 da da sa 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 ri sa 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 ri ri sa 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 ni da ni sa ga ni sa ni sa da ni sa ga ni ri 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 ga ri ri sa ni sa ga ri sa ni sa ga ri sa ni sa da ni da ni da ni da ba ni da ba da ma da ba ma ga ri sa ma ga ri sa ni da ba ma ga ri sa ni ga ma ba da ni sa ri ri sa ni sa da ni sa ga ri sa ri ga 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 ri ri ga 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 ri sa ma ri sa ni sa ri ga ma ri sa ni sa ri sa ni sa ga ri sa ni sa da ni sa da ni sa da ni sa ri ga ma ri ma ma ga ri sa ba ma ri sa ni sa ri ga ma ri sa ba ma ri sa ni da ni sa ga ri ga ri ga ri ga ri ga ri ga ri sa ni sa da ni ga ri sa ni sa da ni ga ri sa ni sa da ni sa ri ga ma ba sa 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 ri ri sa ni sa da ni sa ga ri sa sa ri ri sa 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 ni da ni sa da ni sa ni da ba da ni da ba ma da ba ma ga ma ni da ba ma ga ri sa ni ga ma ba da ni sa ba da ni sa ni ga ma ba ma ri sa ni ga ri sa ni sa da ni ga ri sa ni
దని 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 ద పని ద పమ పమ గమ పమ గరి దని గమ ప ని గమ ప ద గమ ప దని మ ప దని ద ప దని ద గ ని ని దని ద దని ద దని ద గ ని ని దని ద గరి దని గరి ని దని ద ద ద ప స ద ద ప ప స ద ద ప ప ప య గరి దని ద రి దని ద ప దని ద ప దని ని ని మ ని ని మమ్మ ని 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 మమ్మ గరి దని ద రి దని ద ప ప మ గమ రి ద ద ద స స ద ద స స ద ద స స స ద గరి దని ద రి దని ద ప గమ ప దని ഭാവയാമി പാടുമെന്റെ ജീവനാടികളിൽ വലിയ സന്തോഷം. ഞാൻ സാറിന്റെ ഭയങ്കര ഒരു ഫാനാണ്, ഇനി ഭയങ്കര ആരാധകനാണ് ഞാൻ. എല്ലാ പാട്ടും കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. വലിയ സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ. പിന്നെ ഞാൻ ഒരു സത്യാവസ്ഥ അങ്ങ് തുറന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആക്ച്വലി ഒരു പാട്ടുകാരനാകേണ്ട ആളായിരുന്നു, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സാറ് കാരണം ഞാൻ വഴി തെറ്റി നേരെ പട്ടാളത്തിലോട്ട് കയറിപ്പോയി. അതെങ്ങനെയാ? അല്ല, ഞാൻ ഒരു ദിവസം റേഡിയോയിൽ സാറിന്റെ പാട്ട് കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പാട്ടല്ല പാട്ട്, സാറിന്റെ പാട്ടാണ് പാട്ട്. അങ്ങനെ നേരെ പട്ടാളത്തിൽ അങ്ങ് പോയി. അതേതായാലും നന്നായി. രണ്ടായാലും ഒരുപോലെ തന്നെയാ നാട്ടുകാർക്ക്. എന്താ അത് പട്ടാളത്തിൽ പോയതുകൊണ്ട് തോക്കുകൊണ്ട് എല്ലാരും വെടിച്ചു കൊല്ലുന്നു. ഇവിടെ നാട്ടിൽ പാട്ട് പാടിയിരുന്ന ഈ പാട്ട് പാടി എല്ലാരും കൊന്നു. അപ്പൊ എന്റെ കൂടെ നിന്നിട്ട് എനിക്ക് പണി തരുവാണോ? ഞാൻ സത്യം പറഞ്ഞല്ലേ മുസ്തഫക്ക. സാറൊന്നും വിചാരിക്കില്ല, ഇത് നമ്മളുള്ളതാ, എപ്പോഴും വഴക്കുള്ള. ഇപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ സാറ്, സാറ് രാവിലെ ഈ കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി സാധകം ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ടോ? വെള്ളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേ ആ വെള്ളത്തിൽ കഴുത്തറ്റം സാധകം ചെയ്താൽ മാത്രം പോരാ, ഇടയ്ക്ക് അതിനകത്ത് കിടന്നു നീന്തണം. അപ്പോഴേ ഈ വയറൊക്കെ ഒന്ന് പറയും. അതൊന്ന് ശ്രദ്ധിക്കണം, സാധകം ചെയ്താൽ മാത്രം. തീർച്ചയായിട്ടും. അല്ല, ജീവിതത്തിൽ കണ്ടമാനം വെള്ളത്തിൽ നീന്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അതെ അല്ലേ, അത് വേണം. പിന്നെ ഞാൻ വരുന്നില്ല സാറിന് ഈ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ സാറേ? എനിക്കറിഞ്ഞിട്ട് അങ്ങനെ ആരുമില്ല, വൈരാഗ്യക്കാരുമില്ല. അല്ല, ബന്ധുക്കളുണ്ടായിരിക്കും. ആ അപ്പൊ എന്ന് എനിക്കറിഞ്ഞു. പക്ഷേ സാറിനെ കാണണമെന്ന് പറഞ്ഞു ഒരുത്തം കിടന്ന് വേളം വെക്കുമോ പുറത്ത്? അല്ല, ഫാൻസ് ആയിരിക്കും. പിന്നെ ഫാൻസ് അല്ലേ, വടിവാളി വെസ്കത്തിയൊക്കെ ആയിട്ട് പുറത്ത്. ആ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഹാർഡ് കോർ ഫാൻ ആയിരിക്കും. അപ്പൊ അതായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു പോകാൻ പറഞ്ഞു, അതായത് അവന്റെ മോളെ പിന്നെ സാറ് പങ്കെടുത്ത ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ സാറ് പാട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഔട്ടാക്കി വിട്ടു. അപ്പൊ അതിന് പ്രതികാരം ചോദിക്കാൻ വന്ന് നിൽക്കുമെന്നാ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു സമ്മതിക്കത്തില്ല, കാരണം എന്റെ സർക്കാരിനെ തൊട്ടാൽ ഞാൻ വിവരം അറിയിക്കും. ഇവിടെ നടക്കുന്ന പണിയല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവൻ ഉടനെ എൻ്റെ ഒക്കെ ഒരു പണി, യവന്റെ പാക്കറ്റിൽ നിന്ന് ഒരു 100 കുണുവാട നോട്ട് എടുത്ത് വെച്ചിട്ടേ എന്നെ മുഖത്തിട്ട് കറക്കിട്ട് എന്നെ മയക്കാൻ ഒരു ശ്രമം. എന്നെ മോക്കറിയാമല്ലോ, ഞാൻ അതിനകത്ത് അങ്ങ് മയങ്ങി ആ പൈസ മേടിച്ച് പാക്കറ്റിൽ. അതാ അയ്യോ നോക്കി സാറേ, കൊച്ചു കുഞ്ഞാൻ തോന്നുന്നു. അവന്റെ പെടലി കുറച്ചിട്ടില്ല, കണ്ണും പിരിഞ്ഞിട്ടില്ല. അല്ലേ ഇവിടെ പെടലി കുറയ്ക്കാതെ കണ്ണു ആവാത്തല്ലത്. പിന്നെ അത് ഞങ്ങൾ ഗുണ്ടകൾ ഈ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന മാനരസം. എനിക്കറിയാം. നിങ്ങൾ മാറിയെന്നാ കൊണ്ട് എനിക്ക് എന്നോട് സംസാരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് മാറിയിരിക്കും. എനിക്ക് നിങ്ങളെ കണ്ടാ മതി. ഈ പുള്ളി എന്റെ മകന്റെ ഭാവി കളഞ്ഞ, ഈ നിൽക്കുന്ന സാർ എന്റെ കുഞ്ഞിന്റെ ഭാവി കളഞ്ഞ മനുഷ്യനായത് അറിയാമോ നിങ്ങൾക്ക്? എന്താ കുട്ടാ, എന്താ കാര്യം? എന്നെ വിളിച്ചേ എന്താ കുട്ടാ? ഈ സാർ ഇപ്പൊ കുട്ടാന്ന് വിളിച്ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ മോണ്ടായെന്ന് തോന്നുന്നു. എന്റെ അമ്മച്ചിയില്ല, എന്നെ മരിച്ചുപോയ അമ്മച്ചി മാത്രമേ എന്നെ കുട്ടാന്ന് വിളിച്ചിട്ടുള്ളൂ. സാറ് വിളിച്ചപ്പോ അയ്യോ, ഒരു കുണ്ട ഇന്നോണ്ട് കറിയുന്ന നോക്കിയാൽ ഇങ്ങനെ എന്താ കാര്യത്തിന് നിനക്ക് ഇവിടെ പറയാൻ വന്നു പറഞ്ഞോ? ആ സാറോട് ചോദിക്കും. അത് ഞാൻ മറന്നുപോയല്ലോ. ഇങ്ങോട്ട് വരാം അങ്ങോട്ട്.
ഞാൻ ചോദിക്കാൻ വന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ചോണം, എന്റെ വീടും പുരയുടെ കൂടെ പണയം വെച്ചിട്ടാ എന്നെ കുഞ്ഞിനെ ഈ സാറ് ജഡ്ജാസിരിക്കുന്ന മറ്റേ ഈ റിയാലിറ്റി ഷോയിൽ ഞാൻ പറഞ്ഞു വിട്ടത്. ഏറ്റവും അവസാനം ഞാൻ എന്റെ കൊച്ചു പാട്ട് പാടി എന്ന് പറഞ്ഞ് അവിടെ ഇറക്കി വിട്ട്. അത് പോട്ടെ, എന്റെ കൊച്ചിനെ ഔട്ടാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെ പരിപാടിയിൽ ആങ്കർ രഞ്ജിനി എന്റെ കുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ല, അറിയാമോ? സകലം പറഞ്ഞില്ല. എന്റെ കുഞ്ഞിന് എന്റെ ഗ്ലാമറില്ലേ, അവനെന്നെ കുഷ്ഠരോഗമാണോ? എന്റെ ഗ്ലാമർ എന്റെ കൊച്ചിന്, എന്റെ ഗ്ലാമർ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ചിലപ്പോ കെട്ടിപ്പിടിക്കാൻ. അല്ല, അറിയാൻ പറ്റില്ല. അത് പോട്ടെ, എന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കണ്ട, അത് പോട്ടെ. അവനിതല്ലെങ്കിൽ വേറെ ഒന്ന്, അത്രയൊക്കെ ഉള്ളു ഞാൻ ചിന്തിക്കുന്നുള്ളു. പക്ഷെ ഈ പരേടം പണയം വെച്ചു പോയ ഞാൻ പട്ടി കറിയുന്ന പോലെ അവിടെ നിന്ന് കരഞ്ഞു. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എല്ലാ പട്ടിയെ ഇഷ്ടമായ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പോകാത്ത അമ്പലങ്ങളില്ല, ചെയ്യാത്ത നേർച്ചയില്ല, മെഴുകുതിരി കത്തിക്കാത്ത പള്ളികളില്ല, അറിയാമോ? കൊച്ചിന് ഫസ്റ്റ് കിട്ടാൻ വേണ്ടി അല്ല, രഞ്ജിനെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് ഇവരതുപോലെ ചെയ്തില്ലെന്ന് അറിയാമോ? ചേട്ടന്റെ കുഞ്ഞിട്ട് ഏത് പാട്ടാ പാടിയത്? ഏത് പാട്ടാണ് എനിക്കറിയാം. ഞാൻ എന്റെ ചെറുക്കം പോണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ടി വിക്കകത്ത് പരസ്യം കണ്ട് സാറാ അതിന്റെ ജഡ്ജെന്ന്. അന്നേരം തന്നെ ഞാൻ എന്റെ കൊച്ചിനോട് പറഞ്ഞു, കുഞ്ഞാ സാറിനെ മയക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുറച്ച് അവൾക്കോ എടുത്ത് മണക്കുന്ന തിന്നേച്ച പവിത്രം എന്ന് പറഞ്ഞ സാറ് കമ്പോസ് ചെയ്ത് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ സംഗതി വീഴുമെന്ന് ഞാൻ പറഞ്ഞു. കിടക്കനാട്ടെ ഞാൻ ആ പാട്ട് പഠിപ്പിച്ചാൽ കൊടുത്തില്ലേ? അല്ല, അങ്ങനെ പാടിയെങ്കിൽ സാർ ഔട്ടാക്കേണ്ട കേസില്ല. അതാ ഏത് പാട്ട് എനിക്കൊന്ന് കേൾക്കണം. കാളമയങ്ങി ഗാനമപൂർവം സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. കണ്ണു തുറപ്പിച്ചില്ല ജനങ്ങളുടെ. ആ കാളയെ വെച്ചോണ്ട് ആ പാട്ട് കമ്പോസ് ചെയ്തത് ഭയങ്കര രസമുണ്ട്. കാളെ വെച്ചോണ്ട് കമ്പോസ് ചെയ്തിട്ടില്ല, ഒറിജിനൽ ലിറിക്സ് വേറെയാണ്. അതിന്റെ കാളമയങ്ങിന്നല്ല, താളമയഞ്ഞു ഗാനം അപൂർണം എന്നാണ്. അത് എനിക്ക് പറ്റിയ തെറ്റാ, ഞാൻ കുഞ്ഞിനെ പഠിപ്പിച്ചതിന്റെ തെറ്റാ. അല്ല, ഇപ്പൊ മനസ്സിലായില്ല എന്തിനാ കുഞ്ഞ് ഔട്ടായതെന്ന്. അതാ പറഞ്ഞത്. അല്ല, എന്നിട്ട് അവരിപ്പോ പാടാറുണ്ടോ? നിർത്തി, എന്റെ കുഞ്ഞ് പാട്ട് നിർത്തി. കാര്യം എന്റെ കുഞ്ഞിനെ ആരും അംഗീകരിക്കുന്നില്ല. എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇതിനെ പാട്ട് പഠിക്കുന്നത് അത് മാത്രമാണ്. ഇപ്പോഴത്തെ കാലത്തെ മലയാളം പാട്ട് പാടാൻ കൊള്ളാം. എല്ലാത്തിനകത്ത് ഇംഗ്ലീഷ് കൊണ്ട് കുത്തി കയറ്റി വെച്ചേക്കോ, എങ്ങനെ പാടും? നീ ഇവിടെ വന്നു കാര്യം ശരി എന്ന് പറഞ്ഞ് മലയാള പാട്ടിനെ ഒന്നും കുറ്റം പറയല്ലേ. കാരണം നമ്മളിവിടെ കുറെ സംഗീത ആസ്വാദകർ ഇവിടെ ഉണ്ട്, താന്റെ ഒക്കെ ഫാൻസ് ഉണ്ട്. അത് ഏത് പാട്ടാണ് ഈ ഇംഗ്ലീഷ് കുത്തി? ഇപ്പോഴത്തെ മലയാള സിനിമയ്ക്കകത്ത് ഇംഗ്ലീഷ് ഇല്ലേ? ഏത് പാട്ടിനകത്ത് ഇംഗ്ലീഷ് കുത്തി? ഞാൻ തെളിയിച്ചു തരാം. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കവിളിൽ തായോ. അതിനകത്ത് എവിടെ ഇംഗ്ലീഷ്? ഇവിടെ ഇംഗ്ലീഷില്ല. അടുത്ത വരിയേക്ക് വണ്ടേ വണ്ടേ കാർമുകിൽ വണ്ടേ ഒരു വട്ടം മൂളിയതല്ലേ. അതിനകത്ത് ഇംഗ്ലീഷ് ഇല്ലല്ലോ. ഇല്ലല്ലോ. ഈ ഇംഗ്ലീഷിൽ വണ്ടേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം. ഒരു ദിവസമാണോ? അത് ഇംഗ്ലീഷ് വാക്കാണോ? നിങ്ങൾക്ക് ആ സാധനം ഒരു ദിവസം വാർമിൽ ഒരു ദിവസം അങ്ങനെ പാടിയ തീരുന്ന കാര്യം തന്നെ ഉള്ളൂ. ഇത് കറക്റ്റ് കേസ്. അയ്യോ, ഞാനിത് മലയാളം പാട്ടെന്നും പറഞ്ഞ് ആയിരിക്കുന്നു. ഇത് കറക്റ്റ് ഇംഗ്ലീഷ് പാട്ടാ. അളി എന്റെ കണ്ണു ഉറപ്പിച്ച്. എന്റെ സാറേ, അത് തന്നെ വണ്ടേ മാത്രമല്ല, കാറുണ്ട്, കാർമുകിൽ, കാറും ഉണ്ട്, വണ്ടേ, രണ്ട് ഇംഗ്ലീഷ് വാക്ക് കിടക്കുന്നു. അത് നമ്മള് എഴുതുമ്പോൾ നമ്മളെ ക്ലിയർ ആയിട്ട് എഴുതണം. മനുഷ്യന് അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനായതുകൊണ്ട് നിങ്ങളോട് അത് പറഞ്ഞു, വേറെ വല്ല പറയത്ത് പോലും അതെ പറഞ്ഞതിന്റെ കാര്യം. എന്താ ഒരു പാട് നെറ്റിക്കകത്ത്? ഇതെന്നാ പറ്റിയെന്നറിയാം. ഇതൊരു സംഭവം നടന്ന പെണ്ണുമ്പിള്ള ഇന്നലെ ഏണിയെന്നൊന്ന് വീണ്. പെണ്ണുപിള്ളയാണോ വീണത്? ഈ പെണ്ണുമുള്ള ഏണിയെന്ന് വീണ നിന്റെ മൊത്തം അങ്ങനെ പാട് വരും. അത് കണ്ട് ഞാനൊന്ന് ചിരിച്ച്. അതാ എനിക്ക് ചെയ്യുമെന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുക, എന്റെ കുഞ്ഞിന്റെ ഭാവി കളഞ്ഞ നിങ്ങൾ ഇതിന് സമാധാനം പറഞ്ഞിട്ട് ഇവിടെ പോയാൽ മതി. അല്ലെ പിള്ളേർ പറഞ്ഞു ചുമ്മാ പൂളിയാച്ച് പോവുള്ളൂ. അത് ഞാനാ പറയുന്നത്. ആ പൂളിയാച്ച് പോവുള്ളൂ. ഇവിടെ നിന്ന് വേഷം കണ്ടിറക്കലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് വേഷം കണ്ടിറക്കല്. ഇവിടെ കിടന്ന് കളിക്കരുത്. എന്റെ അറിയാലോ, എന്നെ വിഷമിപ്പിക്കരുത്. എന്നെ മനസ്സ് നോവിച്ചാൽ നിലത്തിട്ട് അടയ്ക്കും ഞാൻ. അത്രേ ഉള്ളൂ. വേദന എടുക്കുന്നുണ്ട് എനിക്ക് കേട്ടോ. ചെറിയ മുറിയും മീൻചാറ് എനിക്ക് തിന്നാൻ പറ്റത്തില്ല. എരിയും എന്നെ അടിക്കരുത്. ഞാൻ പറഞ്ഞില്ല എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്, എന്നെ സങ്കടപ്പെടുത്തരുത്, നിലത്തിട്ട് വഴിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. കണ്ടില്ല മനുഷ്യനല്ല ഒന്ന് പറയാനേ. എന്നെ വിടാനേ ഞാൻ കാര്യം പറയാം. മലയാളം അല്ലാതെ വേറെ ഒരുപാട് ഭാഷകളിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ടല്ലോ. തമിഴ്, തെലുങ്ക്. തമിഴില് ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് പാടിത്തരുവോ? രാജാ സാറിന്റെ ഒരു പാട്ട് പാടിയാലോ?
தென்றல் வந்து என்னை தொடும் ஆஹா சத்தம் இன்றி முத்தம் இடும் பகலே போய்விடு இரவே பாய் கொடு நிலவே பன்னீரை தூவி ஓய்விடு தென்றல் வந்து என்னை தொடும் ஆஹா சத்தம் இன்றி முத்தம் இடும் பகலே போய்விடு இரவே பாய் கொடு நிலவே பன்னீரை தூவி ஓய்விடு தென்றல் வந்து என்னை தொடும் ஆஹா சத்தம் இன்றி முத்தம் இடும். താങ്ക് യു സോ മച്ച്. പാട്ട് എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് എന്റെ വക ചെറിയൊരു സമ്മാനം. അയ്യടാ കള്ളനാ. സെക്യൂരിറ്റി ആണെങ്കിലും ഞങ്ങള് കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തേക്കാ. എന്നിട്ടിപ്പോ ആന ഇരിക്കുന്ന ആറയിലാന്ന് നോക്കും. നോക്കിയാൽ മതി. ഇത് മുസ്തഫാക്ക് നൽകിയ സമ്മാനമൊന്നുമല്ല. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ വേദിയിൽ വന്നതിന് പറക്കാട് ജുവൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആന. ഞാൻ കൊണ്ട് വിറ്റിട്ട് വന്നാലോ? എന്താ ആയിക്കോട്ടെ. ഞാൻ കൊണ്ട് വെച്ചിട്ട് പിന്നെ തന്നാലോ? ഞാൻ തരാം, ഇറങ്ങുമ്പോഴത്തേന് തരും. അങ്ങനെയാണ് സാധാരണ. ഓക്കെ. എന്തായാലും ശരത്തേട്ടനോടൊപ്പമുള്ള ഈ സംഗീത സാന്ദ്രമായ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2.